Dear students, this is our second part of the pathology portion. That is, now we are going to study about some of the plant diseases which are in your syllabus. Okay. First disease is brown spot disease of paddy. അപ്പോൾ ഇതിൽ പഠിക്കുന്ന ഈ ഡിസീസുകളെല്ലാം നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനും കൂടെ ഉള്ളതാണ്. സോ ഫസ്റ്റ് ഡിസീസ് ബ്രൗൺ സ്പോട്ട് ഡിസീസ് ഓഫ് പാഡി. അപ്പോൾ ഇത് എഴുതേണ്ട ഒരു രീതിയുണ്ട്. ഫസ്റ്റ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ്സ് സിംറ്റം. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദ ഡിസീസ് നെയിം, ദെൻ സിംറ്റംസ്, then causative organisms and how we can, which way we can control the disease. ഇത്രയാണ് 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉറപ്പായിട്ട് ഒരെണ്ണം ചോദിച്ചിരിക്കും. വളരെ ഈസിയാണ്. കാര്യം വേറെ ഏതെങ്കിലും പാർട്ട് ചോയ്സിൽ വിടാനും പറ്റും. അപ്പോൾ എഴുതുന്നതിനൊരു രീതിയുണ്ട്. അങ്ങനെയാണ് മാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. യു ഹാവ് ടു റൈറ്റ് ദ നെയിം ഓഫ് ദ ഡിസീസ്, ദെൻ സിംറ്റംസ്. സിംറ്റംസ് ഞാനൊരു 7-8 സിംറ്റംസ് പറയുമെങ്കിൽ മിനിമം യു ഹാവ് ടു റൈറ്റ് 5 സിംറ്റംസ്, ദെൻ കോസറ്റീവ് ഓർഗാനിസം, ഹൗ വി ക്യാൻ കൺട്രോൾ ദ ഡിസീസ്, ദാറ്റ് ഈസ് കൺട്രോൾ മെഷേഴ്സ്. ഇത്രയാണ് നമ്മൾ എല്ലാ ഡിസീസും ഇതേ പാറ്റേണിൽ വേണം നമ്മൾ പഠിക്കാൻ. സോ ഫസ്റ്റ് ഡിസീസ് ദാറ്റ് ഈസ് ബ്രൗൺ സ്പോട്ട് ഡിസീസ് ഓഫ് പാഡി. അപ്പം ഇതിൽ ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നെല്ലിൻ്റെ ഇലയിൽ വരുന്ന സ്പോട്ടാണ്. അപ്പോൾ എന്താണ് സ്പോട്ട് എന്നുള്ളതെല്ലാം ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് സ്പോട്ട്. അപ്പോൾ സിംറ്റംസ്. സോ ഫസ്റ്റ് സിംറ്റം, ദ ഡിസീസ് അപ്പിയേഴ്സ് ഫസ്റ്റ് ആസ് എ മൈന്യൂട്ട് ബ്രൗൺ ഡോട്ട്, ദാറ്റ് ഈസ് ദ സ്പോട്ട്. Later becomes cylindrical or oval to circular, resemble a sesame seed. അതായത് നമ്മൾ എള്ളിൻ്റെ ഷേപ്പിലുള്ള പാച്ചസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെറിയ സ്പോട്ടായിരിക്കും, പിന്നെ അത് വലുതാവും, പരസ്പരം ചേരും. സ്പോട്സ് മെഷേഴ്സ് 0.5 to 2 mm in breadth and which collides to form large patches. കുഞ്ഞിതായിട്ട് വന്ന് ആ ഫിഗറിൽ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം, ചെറിയ മൈന്യൂട്ട് ഡോട്ട്സ് ഉണ്ട്. ദെൻ സെവറൽ സ്പോട്സ് കൊളൈസ് ആൻഡ് ദ ലീഫ് ഡ്രൈസ് ഔട്ട്, നെക്രോസിസ് സംഭവിക്കും. ആൻഡ് ഇൻഫെക്ഷൻ ഓൾസോ ഒക്കേഴ്സ് ഓൺ പാനിക്കിൾ എന്ന് വെച്ചാൽ നെൽക്കതിരിൽ ബാധിക്കും. നെക്ക് വിത്ത് ബ്രൗൺ കളർ അപ്പിയറൻസ്, ആ പാനിക്കിളിൻ്റെ നെക്കെല്ലാം ഇങ്ങനെ അങ്ങ് ബ്രൗൺ കളറായി പോകും. സീഡ്സ് ആൾസോ ഇൻഫെക്റ്റഡ്, ദാറ്റ് ഈസ് എ സിവിയർ കണ്ടീഷൻ ഓഫ് ഇൻഫെക്ഷൻ. Seeds also infected, black or brown spots on the glooms. Gloom എന്ന് പറഞ്ഞാൽ കതിര് കേട്ടോ. Spots are covered by these patches. അപ്പം പിന്നെ അത്രയും എത്തിക്കഴിയുമ്പോൾ നെൽക്കതിരെല്ലാം പതിരായി മാറും. The seedlings die and affected nurseries can be often recognized from the distance by their brownish സ്ക്രോച്ച്ഡ് അപ്പിയറൻസ്. അപ്പോൾ ഫുൾ പാടവും അങ്ങ് കരിഞ്ഞ് സ്ക്രോച്ചായി നിൽക്കും. ഓക്കെ, ആ ബ്രൗൺ കളറിൽ വേണം. ഡാർക്ക് ബ്രൗൺ ഓർ ബ്ലാക്ക് സ്പോട്ട്സ് ഓൾസോ അപ്പിയർ ഓൺ ഗ്ലൂംസ്, കതിരിൻ്റെ പുറത്തെല്ലാം ഇത്. അപ്പോൾ ആ പാടത്തിൽ പിന്നെ ഒന്നുമില്ല, ഒരിക്കലും അതിൽ നിന്നൊരു നെൽവിത്ത് കിട്ടത്തില്ല. ഓക്കെ, ദീസ് ആർ ദ സിംറ്റംസ്. ദെൻ കോസറ്റീവ് ഓർഗാനിസം, ദാറ്റ് ഈസ് ഹെൽമിന്തോസ്പോറിയം ഒറൈസേ. ഇത് കാണാതെ പഠിച്ചാലേ പറ്റൂ. Helminthosporium oryzae is a fungus that causes brown spot disease in rice. Okay, what are the control measures? That is, provide well balanced nutrients for the soil. It has been reported that it is mainly an indicator of nutritional physiological disorder than a pathological one. അപ്പം മണ്ണിൽ അതിനുള്ള ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കുറയുമ്പോൾ അതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുകയും ഫംഗൽ ഡിസീസായി മാറുകയും ചെയ്യുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ആസ് എ ഫിസിയോളജിക്കൽ ഡിസോർഡർ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, എപ്പോഴും യു ഷുഡ് പ്രൊവൈഡ് ബാലൻസ്ഡ് ന്യൂട്രിയൻ കണ്ടീഷൻസ് ഇൻ ദി സോയിൽ. ദെൻ അവോയ്ഡ് വാട്ടർ സ്ട്രെസ് കണ്ടീഷൻസ്. വാട്ടർ സ്ട്രെസ്, വെള്ളം ഒരുപാട് പിന്നെ എന്താണ് വാട്ടർ സ്ട്രെസ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, യൂസ് റെസിസ്റ്റൻറ്റ് ടോളറൻറ്റ് വെറൈറ്റീസ്. എപ്പോഴും ഡിസീസ് ടോളറൻസ് ഉള്ള വെറൈറ്റീസ് നടാൻ ഉപയോഗിക്കുക. ദെൻ ദ ഫംഗസ് ക്യാൻ സർവൈവ് ഓൺ സീഡ്സ് up to 4 years. സീഡ് ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ 4 വർഷം വരെ. ഇപ്പം ഏതെങ്കിലും ഒരു വിത്തായിട്ട് സൂക്ഷിക്കുന്ന നെല്ലിൽ ഈ ഫംഗസ് പാത്തോജൻ ഉണ്ടെങ്കിൽ അത് 4 വർഷം വരെ അതിൽ ജീവിച്ചിരിക്കും. സോ സീഡ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ഫംഗിസൈഡ്സ് ഹാവ് ബീൻ ഫൗണ്ട് ടു റെഡ്യൂസ് സീഡ്ലിംഗ് ഇൻഫെക്ഷൻ. അപ്പോൾ അത് സീഡ് നമ്മൾ ജെർമിനേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഫംഗിസൈഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നാൽ അത് സീഡ്ലിംഗ് ഉണ്ടാകുമ്പോൾ അതിനെ ഇൻഫെക്റ്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഞാറുണ്ടായി വരുമ്പോഴേ അപ്പോഴേ ഇത് കയറി പിടിക്കും. ക്ലീൻ
all rice debris എന്ന് എഴുതും, വായിക്കേണ്ട debris. So clean all rice debris and weeds from fields. അപ്പോൾ ഈ വൈക്കോലും ഇതുമെല്ലാം ഇട്ട് വൃത്തികേടായിട്ട് റൈസ് ഫീൽഡ് ഇടാൻ പാടില്ല. ബിക്കോസ് അത് ആ ഇനോക്കുലത്തിനെ, അതായത് ആ ഫംഗസിനെ അതിൽ ഗ്രോ ചെയ്യാൻ ടെംപ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഓൾവേസ് ക്ലീൻ rice debris and weeds from the fields which are the sources of inoculum. Since the fungus is a seed transmitted one, a hot water seed treatment നമുക്ക് നടത്താം. അതായത് നെല്ല് കുരുപ്പിക്കാൻ ജെർമിനേറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് 53 to 54 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള വെള്ളത്തിൽ ട്രീറ്റ് ചെയ്യുക. ജസ്റ്റ് ഫോർ 10 to 12 minutes. May also be effective before sowing. Then ഫംഗസ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ വി ക്യാൻ സ്പ്രേ ബോഡോസ് മിക്സ്ചർ. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ കൺട്രോൾ മെഷേഴ്സ്. ഇങ്ങനെ വേണം നമ്മൾ ബാക്കിയുള്ള ഡിസീസും പഠിക്കും. സോ അവർ നെക്സ്റ്റ് ഡിസീസ് ഈസ് പൗഡറി മിൽഡ്യൂ. അപ്പോൾ പൗഡറി മിൽഡ്യൂ എന്താണെന്ന് ഇനി അറിയാമല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പൗഡറി മിൽഡ്യൂ ഓഫ് റബ്ബർ. അപ്പോൾ ആദ്യമേ വിചാരിക്കുക, റബ്ബറിൽ എൻ്റെ ഇലയിലും തണ്ടിലും എല്ലാം എന്താണ് പൗഡർ പാച്ചസ് കണ്ടാൽ ദാറ്റ് ഈസ് പൗഡറി മിൽഡ്യൂ ഓഫ് റബ്ബർ. So older lesions turn brown and appear as shriveled. അപ്പം വൈറ്റ് പാച്ച് പോലെ ഇരുന്നാലും കുറേ കഴിയുമ്പോൾ അതെന്തായി മാറാൻ തുടങ്ങും, ബ്രൗൺ ആയി മാറാൻ തുടങ്ങും. മൈസീലിയം ഓഫ് ഫംഗസ് ഫോംസ് മാറ്റ്സ് ആൻഡ് അപ്പിയേഴ്സ് ആസ് വൈറ്റ്, ഗ്രേഷ് വൈറ്റ് ഓർ ടാൻ കളേർഡ് പാച്ചസ്. അങ്ങനെയായി മാറും. ഫ്രൂട്ടിംഗ് ബോഡീസ്, ദറ്റ് ഈസ് ക്ലിസ്റ്റോത്തീഷ്യം. ഇതിൻ്റെ ക്ലിസ്റ്റോത്തീഷ്യം ആണ് ഇതിൽ പൗഡർ ഇതിനകത്ത് വളർന്നു വരുന്നത്. അപ്പിയർ ആസ് സ്മോൾ ബ്രൗൺ ഓർ ബ്ലാക്ക് സ്പെക്സ്. പുറത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉന്തി ഇങ്ങനെ വന്ന് നിൽക്കും. ഇൻഫെക്റ്റഡ് ലീവ്സ് ഓഫൺ അപ്പിയർ ക്ലോറോട്ടിക് ഡ്യൂ ടു ഡിക്രീസ്ഡ് ഫോട്ടോസിന്തസിസ്. അവിടെയായിട്ട് ക്ലോറോസിസ് വരാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ക്ലോറോഫിൽ ഡെപ്ലീറ്റ് ചെയ്ത് പോകാൻ തുടങ്ങും. അപ്പോൾ പാച്ച് പോലെ ഇരിക്കും. ദെൻ ലീഫ് കേൾ, അത് കഴിഞ്ഞ് ലീഫ് ചുരുണ്ട് പോവും. ദെൻ ലീഫ് ഡ്രോപ്പ്. ഇൻഫെക്റ്റഡ് ഫ്രൂട്ട് ആൻഡ് ഫ്ലവേഴ്സ് ആർ ഓഫൺ അബോട്ടഡ്. ഫ്രൂട്ട്സ് ഒരിക്കലും പിന്നെ ജെർമിനേറ്റ് ചെയ്യത്തില്ല. ഏർലി സയൻസ് ഇൻക്ലൂഡ് സ്മോൾ ക്ലോറോട്ടിക് സ്പോട്ട്സ് ഓർ ബ്ലിസ്റ്ററിങ് ഓൺ ലീവ്സ് ഓർ ഫ്ലവേഴ്സ്. അത് കണ്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കാം. ദിസ് ഈസ് ദ സിംറ്റംസ് ഫോർ പൗഡറി മിൽഡ്യൂ ഓഫ് റബ്ബർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട എന്താണ്, വാട്ട് ഈസ് ദ കോസറ്റീവ് ഓർഗാനിസം. That here the powdery mildew of rubber causative organism is Oidium hevea. Hevea brasiliensis എന്നുള്ള ബൊട്ടാണിക്കൽ നെയിമാണ് റബ്ബറിനുള്ളത്. സോ ദിസ് ഫംഗസ് പാത്തോജൻ ഈസ് കോൾഡ് Oidium hevea. കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ. ദെൻ കൺട്രോൾ മെഷേഴ്സ് വളരെ സിമ്പിളാണ്. അപ്ലൈ സൾഫർ കണ്ടെയ്നിങ് ഫംഗിസൈഡ്സ്, യൂസ് ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചാൽ 2 മാർക്കിന് ചോദിക്കും. കൺട്രോൾ മെഷേഴ്സ് വളരെ സിമ്പിളാണ് ഇതിന്. സോ അതുകൊണ്ട് എന്തായാലും ഇതൊരെണ്ണം നമുക്ക് 2 മാർക്കിനോ 4 മാർക്കിനോ ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ സിംറ്റംസ് ഓർക്കുക. പിന്നെ എന്താണ് ഇതിൻ്റെ ഒയിഡിയം ഹിവി എന്ന് പറയുന്ന മറ്റേ കോസറ്റീവ് ഓർഗാനിസത്തിനെ ഓർക്കുക. ദെൻ വാട്ട് ആർ ദ കൺട്രോൾ മെഷേഴ്സ്. ദെൻ നെക്സ്റ്റ് ഡിസീസ്, ഇറ്റ്സ് എ വൈറൽ ഡിസീസ്, ടപ്പിയോക്ക മൊസൈക്ക് ഡിസീസ്. സിംറ്റംസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് എപ്പോഴും പ്രാക്ടിക്കൽ എക്സാമിന് വെക്കുന്നതാണ്. കപ്പയിൽ വരുന്ന ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇറ്റ് ഓക്കേഴ്സ് ആസ് എ ക്യാരക്ടറിസ്റ്റിക് ലീഫ് മൊസൈക്ക് പാറ്റേൺസ് ദാറ്റ് അഫക്റ്റ് ഡിസ്ക്രീറ്റ് ഏരിയാസ് ആൻഡ് ഈസിലി ഐഡൻറ്റിഫയബിൾ ആണ്. ലീഫ് ക്ലോറോസിസ് മേ ബി പെയിൽ യെല്ലോ ഓർ നിയർലി വൈറ്റ്. അങ്ങനെയുള്ള നെക്രോട്ടിക് ഏരിയകൾ ഇതിൽ വരും. ലീഫ്ലെറ്റ്സ് മേ ഷോ എ യൂണിഫോം മൊസൈക്ക് പാറ്റേൺ. അതിൻ്റെ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. അതിൻ്റെ ലീഫ്ലെറ്റിൽ ഏകദേശം ഒരുപോലെ തന്നെ ഡിസൈൻ വരുന്നത് പോലെ വരും. ദാറ്റ്സ് എ ഡിസീസ് നെയിം ടപ്പിയോക്ക മൊസൈക്ക്. ഒരു മൊസൈക്ക് പാറ്റേൺ ഉണ്ടാവും. ഡിസ്റ്റോർഷൻ, റിഡക്ഷൻ ഇൻ ലീഫ്ലെറ്റ് സൈസ് ആൻഡ് ജനറൽ സ്റ്റണ്ടിങ് ഗ്രോത്ത് അപ്പിയർ ടു ബി സെക്കൻഡറി സിംറ്റമായിട്ട് അത് സ്റ്റാൻഡേർഡ് ഗ്രോത്തിലേക്ക് പോകും. ഓക്കെ, കോസറ്റീവ് ഓർഗാനിസം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ കുട്ടികളും തെറ്റിച്ചെഴുതി വെക്കും. കോസറ്റീവ് ഓർഗാനിസം ഇസ് വെരി ഈസി ബിക്കോസ് അതിൻ്റെ പേരിൽ തന്നെയാണ് അതുള്ളത്. ദാറ്റ് ഈസ് ടപ്പിയോക്ക മൊസൈക്ക് വൈറസ്. പക്ഷേ ഇത് നേരിട്ട് ഈ പ്ലാന്റിലേക്ക് വരത്തില്ല. ബിക്കോസ് ഇറ്റ് നീഡ്സ് എ കാരിയർ ഓർഗാനിസം. ഒരു ട്രാൻസ്മിറ്റർ ആവശ്യമുണ്ട്. ഹിയർ ദ ട്രാൻസ്മിറ്റർ ഈസ് എ വൈറ്റ് ഫ്ലൈ. അതിൻ്റെ സുവോളജിക്കൽ നെയിം ഉറപ്പായിട്ട് എഴുതണം, അല്ലെങ്കിൽ മാർക്ക് കുറയ്ക്കും. ബെമീസിയ ടബാക്കൈ. കേട്ടോ, ബെമീസിയ ടബാക്കൈ. അപ്പോൾ എല്ലാവരും തെറ്റിച്ചെഴുതുന്നത് എന്തുവാണെന്നറിയാമോ?
കോസറ്റീവ് ഓർഗാനിസം ഈസ് ബെമീസിയ ടബാക്കി എന്ന് എഴുതി വെക്കും, വെട്ടിക്കളയും. അപ്പോൾ ഹിയർ കോസറ്റീവ് ഓർഗാനിസം ഈസ് എ വൈറസ്. ഏതാണ്? ഇതിൻ്റെ പേര് തന്നെയാണ്, ടാപ്പിയോക്ക mosaic virus, and it is transmitted by white fly, that is Bemisia tabaci. Okay. Then control measures. Controlling the insect vector, ആ കാരിയറിനെ നശിപ്പിച്ച് കളഞ്ഞാൽ പോരെ. ഇൻസെക്ട് വെക്ടർ is the best option to prevent the spread of the disease. Sanitation, ക്ലീൻ ആക്കി വയ്ക്കുക. Sanitation practices such as removing and burning the infected plant is effective. ഒരിക്കൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആ ഫീൽഡ് കംപ്ലീറ്റ്, അല്ലെങ്കിൽ അടുത്ത ഫീൽഡിലേക്ക്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ എല്ലാം ഈ ഒരു രോഗമുള്ള കപ്പ മാത്രമേ കാണാനുള്ളൂ. ദെൻ ചേഞ്ചിങ് ദ പ്ലാന്റിങ് സീസൺ ഈസ് ഓൾസോ ഇഫക്റ്റീവ്. അതായത് ഒരു വർഷം ജൂണിൽ കപ്പത്തണ്ട് നടുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ആ മാസത്തിൽ നടരുത്. ബിക്കോസ് നമുക്ക് വി ക്യാൻ ഓൾട്ടർ ദ ടൈം ആൻഡ് ആസ് എ റിസൾട്ട് വി ക്യാൻ escape from this vector infection. ആ വെക്ടർ ട്രാൻസ്മിറ്റിംഗ് നടക്കാതെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. That is changing the planting season is also effective. Tapioca planted after the beginning of the rainy season is less susceptible to disease. അതായത് മഴക്കാലം കഴിഞ്ഞ് നല്ല ക്ലൈമാറ്റിക് കണ്ടീഷൻ, മഴയും ചൂടുമല്ല വെയിലും അല്ലാത്ത സമയത്ത് നടുന്നത് കുറച്ചെങ്കിലും ഈ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദിസ് ഇസ് യുവർ ലാസ്റ്റ് ഡിസീസ്, ദാറ്റ് ഈസ് ക്വിക്ക് വിൽറ്റ് ഓഫ് പെപ്പർ. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ഫുഡ് റോട്ട് ഓഫ് പെപ്പർ. ഇത് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും ഈ ക്വിക്ക് വിൽറ്റ്, ദ്രുതവാട്ടം എന്ന് മലയാളത്തിൽ പറയും, ക്വിക്ക് വിൽറ്റ് ഓഫ് പെപ്പർ. അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നിങ്ങൾ ആ ഫോട്ടോ നോക്കി തന്നെ എഴുതാൻ പറ്റും. അതായത് ലീഫെല്ലാം ഉണങ്ങിപ്പോകുന്നു, തണ്ട് ഉണങ്ങിപ്പോകുന്നു, അത് കഴിഞ്ഞ് പിന്നെന്താണ് ഇതിൻ്റെ അടി വെച്ചിട്ട് ഉണങ്ങിപ്പോകുന്നു. അതാണ് ഇതിൻ്റെ സിംറ്റം ശരിക്കും. 1 or more black spots appear on the leaves which have a characteristic എന്താണ് ഫൈൻ ഫൈബർ ലൈക്ക് പ്രൊജക്ഷൻസ്. ആ ഒരു സ്പോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ പ്രൊജക്ഷൻസ് പോലെ നാര് പോലെ വെളിയിലേക്ക് എന്താണ് ഈ പാത്തോജൻ്റെ ബോഡി പാർട്ട് വളർന്ന് പുറത്തേക്ക് നിൽക്കും. ദെൻ ദ ടെൻഡർ ലീവ്സ് ആൻഡ് സക്കുലൻ ഷൂട്ട് ടിപ്സ്, ഫ്ലഷി എമർജിങ് റണ്ണർ ഷൂട്ട്സ്, റണ്ണറാണല്ലോ ക്ലൈംബറാണ്, അതെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും? ടേൺ ബ്ലാക്ക് ആവാൻ തുടങ്ങും. ഇഫ് ദ മെയിൻ സ്റ്റെം ഓഫ് ദ ഗ്രൗണ്ട് ലെവൽ ഓർ ദ കോളർ എന്ന് വെച്ചാൽ ഇതിൻ്റെ കുരുമുളകിൻ്റെ വള്ളിയുടെ ഏറ്റവും താഴെയോ അതിനിങ്ങനെ വളഞ്ഞു പോകുന്ന റണ്ണർ പാർട്ടിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡെഡായി പോവും. ദ ബ്രാഞ്ചസ് ബ്രേക്ക്, അവിടെ വെച്ച് അങ്ങ് ബ്രാഞ്ച് ബ്രേക്ക് ആവും അപ് ടു ദ നോട്ട്സ് ആൻഡ് ദ എൻറ്റയർ വൈൻ കൊളാപ്സസ് വിത്തിൻ എ മന്ത്. വളരെ പെട്ടെന്നാണ് ആ ഫീൽഡ്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് ക്വിക്ക് വിൽറ്റ് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ഇഫ് ദ ഡാമേജ് ഈസ് കൺഫൈൻഡ് ടു ദ ഫീഡർ റൂട്ട്സ് എന്ന് വെച്ചാൽ ഏറ്റവും താഴെയുള്ള റൂട്ടിലാണ് വരുന്നതെങ്കിൽ ദ എക്സ്പ്രഷൻ ഓഫ് സിംറ്റംസ് ഈസ് ഡിലേഡ്. അതായത് മെയിൻ റൂട്ടിലല്ലാതെ ലാറ്ററൽ റൂട്ടിൽ ഫീഡർ റൂട്ട്സിലാണ് ഇത് വരുന്നതെങ്കിൽ, റൂട്ട് മുതലാണ് തുടങ്ങുന്നത് ശരിക്കും, കുറച്ച് നാളും കൂടിയൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റും. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ആ ഫീൽഡ് കംപ്ലീറ്റ് അങ്ങ് നശിച്ചു പോവും. ദാറ്റ്സ് വൈ വിത്തിൻ 1 month the whole field destroyed. That's why it's named quick wilt of pepper. Then the causative organism is the fungus Phytophthora palmivora. കാണാതെ പിടിക്കുക, Phytophthora palmivora. Then control measure എന്ന് പറയുന്നത് disease can be controlled by adapting integrated disease management strategies. പ്രത്യേകിച്ച് ഒരു നമ്മൾ എന്തെങ്കിലും വെച്ചാൽ ഇടവിള കൃഷികളൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി കൊണ്ടുവരണം. പ്ലാന്റിംഗ് മെറ്റീരിയൽ മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഡിസീസ് ഫ്രീ ഗാർഡൻസ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണത് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ വേണം നടാൻ. Then restrict the movement of animals and personnel from infected field to healthy gardens. അപ്പോൾ ഇതിൽ രോഗമുള്ള സ്ഥലത്തൊക്കെ പോയി തൊട്ടിട്ടൊക്കെ പോയിട്ട് വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ അതിനെ പിടിക്കുകയോ എല്ലാം ചെയ്താൽ ഉറപ്പായിട്ടും അത് ഇൻഫെക്റ്റഡ് ആകും. അപ്പോൾ അതുകൊണ്ട് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക. റെഡ്യൂസ്ഡ് ഹ്യൂമിഡിറ്റി ആൻഡ് പ്രസൻസ് ഓഫ് സൺലൈറ്റ് റെഡ്യൂസസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലീഫ് ഇൻഫെക്ഷൻ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റെഡ്യൂസ്ഡ് ഹ്യൂമിഡിറ്റി കുറഞ്ഞിരുന്നാലും
നല്ല വെയിലുണ്ടെങ്കിലും എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻ കുറയും. അപ്ലൈ 1 kg ലൈം ആൻഡ് 2 kg നീം കേക്ക് പെർ സ്റ്റാൻഡേർഡ് പെർ ഹെക്ടറിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കിത് കുറേ രക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇൻക്ലൂഡ് ദ പെപ്പർ വൈൻസ് വിത്ത് നേറ്റീവ് ആർബസ്കുലർ മൈക്കോറൈസൽ ഫഞ്ചൈ, അതായത് ട്രൈക്കോഡർമ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ്. ഇതെന്ന് പറയുന്നത് മൈക്കോറൈസൽ അസോസിയേഷൻ പ്ലാന്റിൽ ഉണ്ടാക്കുകയും ഡിസീസ് റെസിസ്റ്റൻസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ട്രൈക്കോഡർമയും സ്യൂഡോമോണാസ് ഫ്ലൂറസൻസും ഒക്കെ ലിക്വിഡ് ഫോമിൽ നമുക്ക് ഇനോക്കുലമായിട്ട് വാങ്ങാൻ കഴിയും. അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇതിന് അതൊരു ബയോളജിക്കൽ കൺട്രോൾ പോലെ ആക്ട് ചെയ്യും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ മെഷേഴ്സ് 2-3 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതോടെ എൻ്റെ പവർ പോയിൻ്റ് കഴിഞ്ഞു. പക്ഷേ 1-2 കാര്യങ്ങൾ പവർ പോയിൻ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഹൗ വി ക്യാൻ പ്രിപ്പയർ സം ഫഞ്ചിസൈഡ്സ്. നിങ്ങൾക്ക് ബോഡോക്സ് മിക്സ്ചർ അങ്ങനെ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് 2 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ബോഡോക്സ് മിക്സ്ചർ നിങ്ങളുടെ ബുക്കിലുള്ള എല്ലാം നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കണ്ട, ആവശ്യമുള്ളത് മാത്രം നോക്കുക. ബോഡോക്സ് മിക്സ് ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ബോഡോക്സ് മിക്സ്ചർ. ബോഡോക്സ് മിക്സ്ചർ ഈസ് ആൻ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് കോപ്പർ ഫഞ്ചിസൈഡ്. അപ്പോൾ ഒരു കോപ്പർ ഫഞ്ചിസൈഡ് ആണെന്നുള്ളത് എഴുതുക. ദെൻ യു ക്യാൻ റൈറ്റ് ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ്. സോ ഡിസോൾവ് 50 gram ഓഫ് പൗഡേർഡ് കോപ്പർ സൾഫേറ്റ്, തുരിശ് പൗഡേർഡ് കോപ്പർ സൾഫേറ്റ് ഇൻ 5 liters ഓഫ് വാട്ടർ ഇൻ എ പ്ലാസ്റ്റിക് ബക്കറ്റ്. Then prepare milk of lime in another plastic bucket by dissolving 50 grams, 250 ആണ് കേട്ടോ, 50 grams of quick lime in 5 liters of water. രണ്ട് സെയിം ആണ് കണ്ടില്ലേ, പഠിക്കാൻ എളുപ്പമാണ്. 50 grams കോപ്പർ സൾഫേറ്റ് എടുക്കുക, 5 ലിറ്റർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക. ദെൻ ക്വിക്ക് ലൈം എടുക്കുക, 50 gram എടുക്കുക, 5 ലിറ്റർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക. pour the copper sulfate solution and milk of lime from the above 2 vessels into a third one by gently stirring the mixture. ഇളക്കിക്കൊണ്ട് ഇതൊഴിക്കുക. This will give a final volume of 10 liters. 5 plus 5, 10 of 0.5% strength. Okay ആണോ? Then the mixture is to be tested for free copper. ഫ്രീ കോപ്പർ ഉണ്ടാവാൻ പാടില്ല, നന്നായിട്ട് ഡിസോൾവ് ചെയ്തിരിക്കണം. വിച്ച് ഈസ് ടോക്സിക് ടു. അപ്പോൾ കോപ്പർ നമുക്ക് ടോക്സിക് ആണെന്നറിയാലോ. അപ്പോൾ ഫ്രീ കോപ്പർ ഇതിൽ വരാൻ പാടില്ല. സോ അത് കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. ഡിപ്പ് എ പോളിഷ്ഡ് നൈഫ് ഇൻ ദ മിക്സ്ചർ. ഇഫ് ഇറ്റ്സ് ബ്ലേഡ് ഷോസ് എ റെഡിഷ് കളർ, ആഡ് ലൈം ടു ദ മിക്സ്ചർ ടിൽ ദ ബ്ലേഡ് ഡസ് നോട്ട് ഷോ സ്റ്റെയിനിങ് ഓൺ ഡിപ്പ്. അപ്പോൾ ഇതിൽ ഫ്രീ കോപ്പർ റിയാക്ട് ചെയ്ത് പോകുന്ന അത്രയും നേരം നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ക്വിക്ക് ലൈം ആഡ് ചെയ്ത് ഇങ്ങനെ നമുക്ക് വി ക്യാൻ പ്രിപ്പയർ ദ ബോഡോക്സ് മിക്സ്ചർ. ഇത് ഓരോ പ്ലാന്റിനും ഇത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ആൻഡ് ഇൻ സം കേസസ് വി ക്യാൻ ഡൈല്യൂട്ട് ഇറ്റ്. അതായത് അതിൻ്റെ ഓരോ പ്ലാന്റിനും അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല ശരിക്കും. അത് അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക കേട്ടോ. ദാറ്റ് ഈസ് 0.5% ഓർ 1:1:100 എന്നുള്ള ആ റേഷ്യോ വരുന്ന രീതിയിൽ വേണം നമ്മൾ. ദാറ്റ് ഈസ് 1% ഓഫ് ബോഡോക്സ് മിക്സ്ചർ വിച്ച് ഈസ് എ ടിപ്പിക്കൽ ടു ഹാവ് ദ ഫോർമുല 1:1:100. This represents 1 kg copper sulfate is to 1 kg hydrated lime is to 100 liter of water. അങ്ങനെ 1% ആക്കിയിട്ടാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് പുകയില കഷായം. ദാറ്റ് ഈസ് ടുബാക്കോ ഡിക്കോക്ഷൻ. ടുബാക്കോ ഡിക്കോക്ഷൻ ഈസ് എ ബയോപെസ്റ്റിസൈഡ് വിച്ച് ഈസ് വെരി ഇഫക്റ്റീവ് ഫോർ കൺട്രോളിങ് ഫിറ്റ്സ്. മുഞ്ഞയ്ക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബയോപെസ്റ്റിസൈഡാണ്. അപ്പോൾ ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ബയോപെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ ടുബാക്കോ ഡിക്കോക്ഷൻ എഴുതാം. ഇറ്റ് കണ്ടെയ്ൻസ് നിക്കോട്ടൈൻ വിച്ച് ആക്ട്സ് ആസ് എ കോണ്ടാക്ട് പോയിസൺ ടു കിൽ ഇൻസെക്ട്സ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ടുബാക്കോ ഡിക്കോക്ഷൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ബോയിലിംഗ് 500 gram ഓഫ് ടുബാക്കോ വേസ്റ്റ്. പുകയിലയുടെ ഞെട്ടോ അങ്ങനെയല്ല, ഇത് ഡയറക്റ്റ് നമുക്ക് പുകയില വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓർ ലീവ്സ് ഇൻ 5 liters ഓഫ് വാട്ടർ ഫോർ 24 hours. അപ്പോൾ ബോയിൽ ചെയ്ത് 24 മണിക്കൂർ വെച്ചേക്കുക.
Then 120 gram of ordinary bar soap is sliced and dissolved in another vessel. Add the soap solution to the tobacco decoction and mix together. നല്ല അജിറ്റേറ്റിംഗ് മോഷൻ വെച്ച് നല്ലോണം ഇളക്കി ചേർക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ബാർ സോപ്പ് നിയർലി 100 gram ഓഫ് സോപ്പ് പൗഡർ ക്യാൻ ബി യൂസ്ഡ്. അല്ലെങ്കിൽ നമ്മൾ സോപ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഡൈലൂട്ട് ദ സ്റ്റോക്ക് സൊല്യൂഷൻ. ഇത് എന്നിട്ട് ഇങ്ങനെ അടിഞ്ഞ് വരും. അടിഞ്ഞ് വന്നിട്ട് വി ക്യാൻ ഗെറ്റ് എ ബ്രൗൺ കളർ, കോഫി ബ്രൗൺ കളർ ക്ലിയർ സൊല്യൂഷൻ ഓൺ ദ ടോപ്പ്. അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ഡയറക്റ്റായിട്ട് അടിക്കരുത്. ഇറ്റ്സ് വെരി ടഫ് ആൻഡ് കോൺസെൻട്രേറ്റഡ്. സോ ഡൈലൂട്ട് ദ സ്റ്റോക്ക് സൊല്യൂഷൻ 6 to 7 times ബിഫോർ സ്പ്രേയിങ്. കണ്ടില്ലേ, അത്രയും വെള്ളം ചേർക്കണം അതിൽ. അപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഈ മുഞ്ഞ പോലുള്ളതെല്ലാം നശിച്ചു പോകും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൈം സൾഫർ. ലൈം സൾഫർ ഇസ് എ മിക്സ്ചർ ഓഫ് കാൽഷ്യം പോളിസൾഫൈഡ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വിത്ത് സൾഫർ. So it can be prepared by boiling calcium hydroxide and sulfur. ഇതെല്ലാം നിങ്ങളൊന്ന് കാണാതെ പഠിക്കണം അതിൻ്റെ കോൺസെൻട്രേഷനൊക്കെ. സോ സൾഫർ ഇസ് ദ ഓൺലി ടോക്സിക് ഇൻഗ്രീഡിയൻറ്റ് ഇൻ ദ മിക്സ് ആൻഡ് ദാറ്റ് ഈസ് ഹാംഫുൾ ടു പാത്തോജൻ. കേട്ടോ, അത്രയും ബോഡോക്സ് മിക്സ്ചർ പോലെ അത്രയും സ്ട്രോങ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ലൈം സൾഫർ ഇസ് എ കൊറോസീവ് ടു ദ ഐസ്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കണ്ണിലൊന്നും വീഴാൻ പാടില്ല. ഹാംഫുൾ ഇഫ് സോളോഡ്, ഇൻഹെയിൽഡ് ഓർ അബ്സോർഡ്. അപ്പം നല്ലതായിട്ട് മുഖമൊക്കെ മാസ്ക് ഇട്ട് കവർ ചെയ്തിട്ട് വേണം ഇത് സ്പ്രേ ചെയ്യാൻ. ലൈം സൾഫർ. ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളൂ, ദാറ്റ് ഈസ് നീം കേക്ക് ആൻഡ് ഓയിൽ. നീം കേക്ക് നമുക്കറിയാമല്ലോ, നീം കേക്ക് ആൻഡ് ഓയിൽ എന്താണ്, വേപ്പും പിണ്ണാക്കും വേപ്പെണ്ണയും, അതാണ് നീം കേക്ക് ആൻഡ് ഓയിൽ. ഇറ്റ് ഈസ് നൗ വെൽ എസ്റ്റാബ്ലിഷ് ദാറ്റ് അസാഡിറക്റ്റിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അസാഡിറക്റ്റ ഇൻഡിക്ക, ഇറ്റ് ഈസ് എ ബൊട്ടാണിക്കൽ നെയിം ഓഫ് നീം, വേപ്പിൻ്റെ. അപ്പോൾ അതിൽ അസാഡിറക്റ്റിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ട്. അതാണ് നമുക്കിവിടെ യൂസ്ഫുള്ളായിട്ട് വരുന്നത്. വിൽ സെർവ് ആസ് ദ സ്ട്രോങ് ബയോ പെസ്റ്റിസൈഡ് ആൻഡ് വിൽ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മോർ ദാൻ 200 വെറൈറ്റീസ് ഓഫ് പെസ്റ്റ് ആൻഡ് ഇൻസെക്ട്. കണ്ടില്ലേ, അതെന്ന് പറയണത് ഫംഗലല്ല, ഇൻസെക്റ്റിനെ നശിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. നീം ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഈസ് യൂസ്ഡ് അഗൻസ്റ്റ് ദ ഇൻസെക്ട് പെസ്റ്റ്, എസ്പെഷ്യലി അഗൻസ്റ്റ് ഫ്രൂട്ട് പോറിങ് കാറ്റർപില്ലേഴ്സ്. കേട്ടോ, പുഴുവിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് നീം ഓയിൽ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഓർഡർ, അതിൻ്റെ സ്മെല്ലാണ് ഇതിനെ അകറ്റി നിർത്തുന്നത്. അതായത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് നീം ഓയിൽ ഓൺ ദ ക്രോപ്പ് ദാറ്റ് മേക്സ് ദ ക്രോപ്പ് അൺപ്ലസൻറ്റ് ഫോർ കൺസംഷൻ. അത് തിന്നാനതിന് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ അത് നശിച്ചു പോകും. Application of neem oil is very simple. Take a few tablespoons of neem oil and mix it with 3 to 4 liters of water. അത് മിക്സ് ആവില്ല, നമ്മളിങ്ങനെ ഒരു എമൽഷൻ പോലെ ഇരിക്കും, കെമിസ്ട്രി പഠിക്കുന്ന എമൽഷൻ പോലെ ഇരിക്കും. യൂസ് സോളബിൾ ഡിറ്റർജൻസ് പിന്നെ കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് വേണം സ്പ്രേ ചെയ്യാൻ. സ്പ്രേ ദ നീം ഓയിൽ പെസ്റ്റിസൈഡ് ആൾവേസ് ഓവർ ദ ലോവർ ഹാഫ് ഓഫ് ദ പ്ലാന്റ്. ഇലയുടെ അടിയിൽ വേണം ഇത് അടിച്ചു കൊടുക്കാൻ. സ്പ്രേയിങ് ഓവർ ദ ലീഫ് മേ ലീഡ് ടു ബേൺസ് വെൻ എക്സ്പോസ് ടു സൺലൈറ്റ്. പൊള്ളിപ്പോവും, നെക്രോസിസ് വരും. അപ്പോൾ അതുകൊണ്ട് അത് നശിച്ചു പോവും. അതുകൊണ്ട് അടിയിലാണ് അടിച്ചു കൊടുക്കാനുള്ളത്. നീം ഓയിൽ ഈസ് യൂഷ്വലി ഒബ്റ്റൈൻഡ് ബൈ ക്രഷിങ് ദ സീഡ് കർണൽ. അതായത് നീമിൻ്റെ വിത്ത് ആട്ടിയാണ് ഇതിലെടുക്കുന്നത്, തേങ്ങ ആട്ടി എടുക്കുന്ന പോലെ ഉണക്കിയതിന് ശേഷം. കേട്ടോ, ഇറ്റ് ഈസ് ആൾസോ പ്രിപ്പയർഡ് ബൈ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ഓഫ് നീം സീഡ്. നീം സീഡ് കെമിക്കലി നമുക്ക് സോൾവെൻറ്റ് ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് പവർ പോയിൻറ്റിലല്ലാതെ ഉള്ളത്. ദാറ്റ് ഈസ് ബോഡോക്സ് മിക്സ്ചർ, ദെൻ അടുത്തത് ടുബാക്കോ ഡിക്കോക്ഷൻ, ലൈം സൾഫർ, നീം കേക്ക് ആൻഡ് ഓയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കൊണ്ട് ഏകദേശം എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എക്സ്ട്രാ കൂടുതൽ പഠിക്കണമെന്ന് എക്സ്ട്രാ പറയണമെന്നുണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെ മെസ്സേജ് ഇടാം, വാട്സപ്പിലൂടെ ഇടാം. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.